അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആറാമത്തെ ചാപ്റ്റർ ദാല് എന്ന അക്ഷരമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ദാലിന് മേലെ ഒരു പുള്ളിട്ട് ദാൽ എന്ന് പറയും. ദാൽ ദാൽ എന്നാണ് ഉച്ചരിക്കുക. അപ്പോൾ ദാ എന്നതിന് നമുക്ക് ദനബുൻ എന്ന വേർഡ് യൂസ് ചെയ്യാം. ദനബുൻ എന്ന് പറഞ്ഞാൽ വാല്, ടൈൽ എന്ന് യൂസ് ചെയ്യാം. മൃഗങ്ങളുടെ വാലിനാണ് ദനബ് എന്ന് പറയുക. ഇത് നമുക്ക് ദനബുൻ അത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഇപ്പോൾ ഉസ്താദ് ഇവിടെ എഴുതുന്ന രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. ദാ എഴുതുന്ന രൂപമാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടോ, കുട്ടികൾ ശ്രദ്ധിക്കുക നന്നായിട്ട്. ഇവിടെ കാണുന്ന ആ ഡോട്ടിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേസ് ചെയ്യുക. അതിന് ശേഷം മേലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം ഫത്തഹ്. ഇതുപോലെ ദീയും അതേപോലെ എഴുതുക. ദാൽ എഴുതുക, പിന്നെ ഡോട്ട്, പിന്നെ കെസറിട്ട് എടുക്കുക. ദാൽ എഴുതുക, ഡോട്ട്, ലം. ആദ്യം ഫത്തഹ് ഡോട്ട് അക്ഷരം എഴുതണ്ടല്ല, ആദ്യം അക്ഷരം എഴുതാം, പിന്നെ ഡോട്ട്, പിന്നെ ഫത്തഹ്. ആ രീതിയിലാണ് എഴുതേണ്ടത്. ചില കുട്ടികൾ ആദ്യം ഫത്തഹ് എഴുതി പിന്നെ ഡോട്ട് എഴുതി പിന്നെ ദാൽ എഴുതുന്ന ഇത് കാണുന്നുണ്ട്. അത് തെറ്റാണ്. അപ്പം അത് പേരൻസ് തിരുത്തി കൊടുക്കാം. 26ാമത്തെ പേജിൽ നേരത്തെ പറയുന്ന പോലെ തന്നെ ദാ, ദീ, ദൂ, ദാൽ അത് അതിൻ്റെ മേലെ തന്നെ എഴുതി പഠിക്കാം. പിന്നെ അവിടെ കാണുന്ന 2 കോളത്തിലും ദാൽ എഴുതാം. അത് കുട്ടികൾ സ്വയം എഴുതാനാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നന്നായിട്ട് കുട്ടികൾ എഴുതാം. ശേഷം വരുന്ന നഖ്റഉ വ നക്തുബു അവിടെ നമ്പർ 1-ാമത്തിൽ കാണുന്നുണ്ടല്ലോ താഴ്ന്ന്, അവിടെ ദബീബ് എന്നുള്ളത് അതിൻ്റെ മേലെ എഴുതാം. അതേപോലെ 2, 3, 4, 5 കോളങ്ങളും അതിൻ്റെ ഇൻസൈഡായിട്ട് എഴുതി പഠിക്കാം. രണ്ടാമത്തത് കദാലിക്ക, അദ്കാറുൻ, ദിർവത്തുൻ, തദൽസല. ഉച്ചരിക്കുമ്പോൾ ശരിക്കണം. ദാൽ ഉച്ചരിക്കുമ്പോൾ ഇതിൻ്റെ പ്രൊണൗൺസ് നല്ല രീതിയിൽ തന്നെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് മുഴുവനും എന്ത് ചെയ്യുക, എഴുതാം. ശേഷം വരുന്നത് ദാല് പല വേർഡിൽ വ്യത്യസ്ത ഹർക്കത്തുകൾ യൂസ് ചെയ്ത് വേർഡിൻ്റെ ഒന്നിച്ച് വായിക്കുന്നതാണ്. ഒന്നാമത്തേത് ദിക്റുൻ, ദി, ഇദ്നുൻ, ഇദ്, ലദീദുൻ, ദീ, നാജിദുൻ, ദുൻ, ഉസ്താദിൻ, ദിൻ, ദുബാബുൻ, ദു, ദാക, ദാ, നുദൂറുൻ, ദൂ, അഖ്ദൻ, ദൻ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ അക്ഷരങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിന് ഹർക്കത്തുകൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ വായിച്ച് പഠിക്കാം. ശേഷം വരുന്നത് 27ാമത്തെ പേജിൽ ആയത്താണ്. അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തുബദ്ദിർ തബ്ദീറാ. നിങ്ങൾ വലാ തുബദ്ദിർ എന്നതിൻ്റെ അവിടെയും തബ്ദീറ എന്നതിൻ്റെയും നമ്മുടെ ദാലാണ്, നമ്മൾ പഠിച്ച ദാലാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്തത് ഫഅഖദ്നാഹു അഖ്ദാ. ഫഅഖദ്നാഹു അഖ്ദാ. അവിടെ എന്താണ്, ദാലാണുള്ളത്. അഖ്ദൻ എന്നതിൻ്റെയും ഇവിടെ ദാലാണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഓതാം. ഫദ്കുറൂനി അദ്കുറുക്കും, ഫദ്കുറൂനി അദ്കുറുക്കും. ഇവിടെയും ഫദ്കുറുവിൻ്റെ അവിടെ ദാലാണ്, അദ്കുറുക്ക് എന്നതിൻ്റെ അവിടെയും ദാലാണ്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്ത് പഠിക്കാവുന്ന QR കോഡാണ്. അത് രക്ഷിതാക്കൾ കുട്ടികൾക്ക് നന്നായിട്ട് കേൾപ്പിച്ച് കൊടുക്കുക ഇൻഷാ അല്ലാഹ്.
ശേഷം വരുന്നത് ഇവിടെ കാണുന്ന ഈ സണ്ണിൻ്റെ പിക്ചർ ഉണ്ടല്ലോ, ഒന്നാമത്തെ പിക്ചറിൽ നമ്മൾ ദാ എന്ന അക്ഷരമാണ് ദാല്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് എക്സാമ്പിൾ ദാക്കാന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദാ വരുന്ന വേർഡ് ഇവിടുന്ന് കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് ഈ ഓരോ കോളത്തിലും ഈ സണ്ണിൻ്റെ ഓരോ ബ്ലാങ്ക് കോളത്തിലും എഴുതി കൊടുക്കുക. ദാക്ക, ദനബുൻ, ദബഹ, ദഹബ, ദഹബുൻ. ഇതൊക്കെ ഇതിൻ്റെ ചുറ്റും എഴുതാനുള്ളതാണ്. നെക്സ്റ്റ് ദാ വരുന്ന വേർഡാണ് എഴുതേണ്ടത്. ഇവിടെ ദലീലൊന്നും എഴുതിയിട്ടുണ്ട്. അടുത്തത് എഴുതേണ്ടത് ദർസുൻ, ദൽകുൻ, ദനസുൻ, ദൽബുൻ, ദലീലുൻ. ഇത് ഈ കോളത്തിന് ചുറ്റും ദലീലിനെ ഇതുപോലെ എഴുതി കൊടുക്കാം. മൂന്നാമതായി വരുന്ന സണ്ണിൽ സായാണ്, റാന് പുള്ളിയിട്ട സായാണ്. ഇവിടെ സംസം എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വീടുകളും എവിടെ നിന്ന് കണ്ടെത്തണം. സബീബുൻ, സബൂറുൻ, സബീലുൻ, സഹ്റത്തുൻ. ഇത്രയും വേർഡുകൾ ഈ മൂന്നാമത്തെ സൂര്യൻ്റെ ചുറ്റും എഴുതി കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെ നന്നായിട്ട് നല്ല വൃത്തിയിൽ എഴുതി പഠിക്കാം. ശേഷം വരുന്ന പേജിൽ ദാലും ദാലും ഡിഫറെൻ്റ് പറയുമ്പോഴുള്ള ഡിഫറെൻ്റാണ് നമ്മൾ മനസ്സിലാക്കി പറയേണ്ടത്. ദഹബുൻ, ദനബുൻ, ദലീലുൻ. ദാല് പറയുമ്പോൾ ഡിഫറെൻ്റ് നോക്കാം. ദഹ്നുൻ, ദനസുൻ, ദലീലുൻ. അല്ലേ? ശരിക്കും നമ്മൾ രണ്ട് ഡിഫറെൻറ്റും ദാലും പറയുമ്പോൾ ഡിഫറെൻ്റ് നമ്മളിതിൽ പഠിക്കാനാണ് നമുക്ക് ഈ ആക്ടിവിറ്റി തന്നത്. ശേഷം വരുന്നത് നമുക്ക് എഴുതാനാണ്. നമ്മുടെ ഹാൻഡ് റൈറ്റ് ഉഷാറാക്കാനാണ്. ഖാതമു ദഹബിൻ ഹറാമുൻ ലിദുകൂരിന. ഇതിവിടെ ഈ 3 കോളത്തിലെയും സെൻറ്റർ കോളത്തിലാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സെൻറ്റർ കോളത്തിൽ കാണിച്ചതുപോലെ താഴെയുള്ള സെൻറ്റർ കോളത്തിൽ അതിൻ്റെ ലൈന് ടച്ച് ചെയ്ത് എഴുതി പരിശീലിക്കുക. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് വൃത്തിയിൽ എഴുതാം. എല്ലാവരും നല്ല ഹാൻഡ് റൈറ്റോട് കൂടി നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്.